നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 2 കൊല്ലം തികയുന്നു. ഏതൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമോ അതല്ലെങ്കിൽ ഒരു സർവകലാശാലയുമായിരുന്നു ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മിക്കപ്പോഴും അദ്ദേഹത്തോട് അഭിമുഖം കാണാൻ ചോദിച്ചാൽ, ഇൻ്റർവ്യൂ കാണാൻ നമ്മൾ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിലായിരിക്കും സമയം നൽകുക. നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെ വണ്ടിയിൽ എപ്പോഴും നിറച്ച ആളായിരിക്കും. അദ്ദേഹം കയറുന്ന മുമ്പേ തന്നെ വണ്ടിക്കകത്ത് കോൺഗ്രസ് നേതാക്കന്മാരും മറ്റുള്ള ആളുകളും കയറി കൂടിയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം ഡോറിൽ നിന്ന് പോകുന്നു എന്ന പ്രതീതിയാണ് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ. ഒരിക്കൽ ഉമ്മൻചാണ്ടിയുടെ കാറിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു. ഒരിടത്ത് കാറ് നിർത്തിയപ്പോൾ ചില അനുയായികൾ പെട്ടെന്ന് കാറിനുള്ളിലേക്ക് എരച്ച് കയറി. ഉമ്മൻചാണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെർമിഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ വണ്ടി നിർത്തിയതും ചാടി അതിനകത്ത് കയറി. ഉമ്മൻചാണ്ടിയുടെ തൊട്ടടുത്തിരുന്ന ഈ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണുപോയി. കാര്യം അദ്ദേഹം ഈ എരച്ചു കയറ്റം പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ കാറിലേക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഓർക്കാപ്പുറത്ത് എരച്ചു കയറി അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ആൾക്കാർ വീണു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പുറത്തേക്ക് വീണു. പത്രപ്രവർത്തകൻ്റെ ഷൂ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാല് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഷൂവിൻ്റെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയായിരുന്നു. വേദന കൊണ്ട് ഉമ്മൻചാണ്ടി അറിയാതെ ഉറക്കം നിലവിളിച്ചു പോയി. അപ്പോഴാണ് പത്രപ്രവർത്തകനെ അറിയുന്നത് തൻ്റെ ഷൂ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ അമർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അദ്ദേഹം പെട്ടെന്ന് കാല് പിൻവലിച്ചു. പത്രപ്രവർത്തകൻ വല്ലാണ്ടായി. കാര്യം മുഖ്യമന്ത്രിയുടെ കാല് ചവിട്ടി പിതുക്കി എന്നുള്ള വിഷമത്തോടെ അദ്ദേഹം സോറി പറഞ്ഞു, ക്ഷമ പറഞ്ഞു. അബദ്ധം പറ്റിയത് എനിക്ക് മനസ്സിലായില്ല, അങ്ങയുടെ കാലിൻ്റെ മുകളിൽ എൻ്റെ ഷൂ കൊണ്ടു എന്നുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടി ചിരിച്ചു. പതിവ് ചിരി അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, ഇതൊക്കെ പതിവാ. അനുയായികളും ജനങ്ങളും ഒക്കെ കാണാനെത്തുമ്പോൾ തിരക്കുണ്ടാകും, ചിലപ്പോൾ കാല് ചവിട്ടുകൊള്ളു, അതൊക്കെ വളരെ വളരെ സ്വാഭാവികമാണ് എന്ന് ഉമ്മൻചാണ്ടി പതിവ് സ്മിതത്തോടെ ഈ പത്രപ്രവർത്തകനോട് പറഞ്ഞു. അധികാരം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അവരിൽ നിന്ന് അകലം പാലിക്കാനുള്ളതല്ല പവർ. തിരിച്ചറിഞ്ഞ നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി എന്ന ചരിത്രപ്രസിദ്ധമായ വാക്യമല്ലേ. അതായത് അധികാരം ആൾക്കാരെ ദുഷിപ്പിക്കും, കൂടുതൽ അധികാരമായാൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങും എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ജനസമ്പർക്ക പരിപാടി മാത്രമല്ല, എപ്പോഴും സമ്പർക്കത്തിൻ്റെ നടുവിലായിരുന്നു ഉമ്മൻചാണ്ടി. ഒരു നേതാവിന് എത്രത്തോളം എളിമയും വിനയവും അതുപോലെ ജനസമ്പർക്കവും വേണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് എത്ര കൂടുതൽ പുറത്തുനിന്നു അത്രത്തോളം ജനങ്ങൾ അയാളെ വിശ്വസിച്ച് തുടങ്ങും. ഈ നേതാവിന് ജനങ്ങളുടെ പരാതികൾ കേൾക്കാനുള്ള സന്നദ്ധത വലിയൊരു ഗുണപാഠമാണ്. സുരക്ഷയും പ്രോട്ടോക്കോളും ആവശ്യമാണെങ്കിലും അത് ജനങ്ങളുമായി അകന്നു പോകാനുള്ള ഒരു സംവിധാനമായി മാറാൻ പാടില്ല. ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിന് ഈ പ്രോട്ടോക്കോളുകളും ഈ മിലിറ്ററിയും ഈ സുരക്ഷാ സേനയും ഒന്നും ഒരിക്കലും തടസ്സമാക്കാൻ പാടില്ല.